ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ആക്ഷൻ മീൻസ് ഏതെങ്കിലും ഒരു കാര്യം ഫ്യൂച്ചറിലെ, ഓർക്കുക, ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു സമയത്തിന് മുന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു ആക്ഷന് മുന്നോ അവസാനിക്കുകയാണെങ്കിൽ, കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാര്യം പറയുവാനായിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്ത് നമ്മൾ സംസാരിക്കാറുള്ളത്. ഒന്നും കൂടെ പറയാം. ഏതെങ്കിലും ഒരു കാര്യം ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു സമയത്തിന് മുന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ തന്നെ ഏതെങ്കിലും ഒരു ആക്ഷന് മുന്നോ അവസാനിക്കുകയാണെങ്കിൽ, കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തരത്തിലുള്ള കാര്യങ്ങൾ പറയുവാനായിട്ടാണ് നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്ത് സംസാരിക്കാറുള്ളത്. ഈ തരത്തിലുള്ള കാര്യം ഈ ടെൻസ് തന്നെ യൂസ് ചെയ്ത് സംസാരിക്കണമെന്നില്ല, നമുക്ക് മറ്റ് പല രീതിയിലും പറയാം. പക്ഷേ നിങ്ങൾ ഈ ടെൻസ് ഓർത്ത് വെച്ചിരിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ് ഈ ഒരു ടെൻസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യാം. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ, അടുത്ത വർഷം ഈ സമയം ആകുമ്പോഴേക്കും, ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. ബൈ ദിസ് ടൈം നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് ഗ്രാജുവേറ്റഡ് ഫ്രം കോളേജ്, ഞാൻ കോളേജിൽ നിന്ന് ഗ്രാജുവേറ്റഡ് ആയിരിക്കും. അടുത്ത വർഷത്തെ കാര്യമാണ് പറയുന്നത്, ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു സമയത്തിന് മുന്നോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ഏതെങ്കിലും ഒരു ആക്ഷന് മുന്നോ അവസാനിക്കുകയാണെങ്കിൽ ആ ഒരു കാര്യത്തെ പറയുവാനായിട്ടാണ് നമ്മൾ ഈ ഒരു ടെൻസ് യൂസ് ചെയ്ത് സംസാരിക്കാറുള്ളത്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ഷീ വിൽ ഹാവ് ഫിനിഷ്ഡ് ഹെർ പ്രോജക്റ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. ഡെഡ് ലൈനിന് മുമ്പായിട്ട് അവൾ അവളുടെ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. ഷീ വിൽ ഹാവ് ഫിനിഷ് ഹെർ പ്രോജക്റ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, വി വിൽ ഹാവ് ഈറ്റൻ ഡിന്നർ ബൈ ദ ടൈം യു അറൈവ്. നീ എത്തുമ്പോഴേക്കും ഞങ്ങൾ ഡിന്നർ കഴിച്ചിരിക്കും. വി വിൽ ഹാവ് ഈറ്റൻ ഡിന്നർ ബൈ ദ ടൈം യു അറൈവ്. ഐഡിയ പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, ബൈ ദ ടൈം ദ കൺസേർട്ട് സ്റ്റാർട്ട്സ്. കൺസേർട്ട് തുടങ്ങുമ്പോഴേക്കും എവരി വൺ വിൽ ഹാവ് ടേക്കൺ ദെയർ സീറ്റ്സ്. എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ ഇരുന്നിരിക്കും. ബൈ ദ ടൈം ദ കൺസേർട്ട് സ്റ്റാർട്ട്സ് എവരി വൺ വിൽ ഹാവ് ടേക്കൺ ദെയർ സീറ്റ്സ്. നെക്സ്റ്റ്, they will have completed the construction of the building by next month. അടുത്ത മാസം ആകുമ്പോഴേക്കും അവർ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കും. They will have completed the construction of the building by next month. പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, you will have learned a lot about cooking by the end of this course. ഈ കോഴ്സിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും നീ കുക്കിങ്ങിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. You will have learned a lot about cooking by the end of this course. Next, we will have moved into our new house before the school year begins. സ്കൂൾ വർഷം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മളുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കും. We will have moved into our new house before the school year begins. Next, by the time she arrives, അവൾ എത്തുമ്പോഴേക്കും we will have already discussed the main points. നമ്മൾ ഓൾറെഡി തന്നെ മെയിൻ പോയിന്റുകൾ ഡിസ്കസ് ചെയ്തിരിക്കും. By the time she arrives, we will have already discussed the main points. By the end of the week, ഈ ആഴ്ചയ്ക്കുള്ളിൽ they will have planted all the trees in the park. അവർ പാർക്കിലെ എല്ലാ ട്രീകളും നട്ടിട്ടുണ്ടാകും. By the end of the week, they will have planted all the trees in the park. Next, he will have mastered the piano by the time he graduates. അവൻ ഗ്രാജുവേറ്റ് ആകുമ്പോഴത്തേക്കും അവൻ പിയാനോയിലെ ഒരു മാസ്റ്റർ ആയിരിക്കും. He will have mastered the piano by the time he graduates. Next, I won't have finished my homework by the time you arrive. നീ എത്തുമ്പോഴത്തേക്കും ഞാൻ ഹോംവർക്ക് തീർത്തിരിക്കില്ല. ഇത് നെഗറ്റീവാണ്. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൻ്റെ നെഗറ്റീവാണ്. വിൽ നോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. I will not have finished my homework
ബൈ ദ ടൈം യു അറൈവ്. നീ എത്തുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഹോംവർക്ക് തീർത്തിരിക്കില്ല. ഐ വോണ്ട് ഹാവ് ഫിനിഷ് മൈ ഹോംവർക്ക് ബൈ ദ ടൈം യു അറൈവ്. നെക്സ്റ്റ്, ഷീ വോണ്ട് ഹാവ് കംപ്ലീറ്റഡ് ദ റിപ്പോർട്ട് ബിഫോർ ദ ഡെഡ് ലൈൻ. ഡെഡ് ലൈനിന് മുമ്പ് അവൾ റിപ്പോർട്ട് കംപ്ലീറ്റ് ആക്കില്ല. ഷീ വോണ്ട് ഹാവ് കംപ്ലീറ്റഡ് ദ റിപ്പോർട്ട് ബിഫോർ ദ ഡെഡ് ലൈൻ. ഓർക്കുക, ഇതെല്ലാം നെഗറ്റീവാണ്. നെക്സ്റ്റ്, ഐ വോണ്ട് ഹാവ് പാക്ക്ഡ് മൈ ബാഗ്സ് ബൈ ദ ടൈം യു കം ടു പിക്ക് മീ അപ്പ്. നീ എന്നെ വിളിക്കുവാനായിട്ട് വരുമ്പോഴേക്കും ഞാൻ എൻ്റെ ബാഗുകൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഐ വോണ്ട് ഹാവ് പാക്ക്ഡ് മൈ ബാഗ്സ് ബൈ ദ ടൈം യു കം ടു പിക്ക് മീ അപ്പ്. നെക്സ്റ്റ്, ഷീ വോണ്ട് ഹാവ് ഫിനിഷ്ഡ് കുക്കിംഗ് ഡിന്നർ ബിഫോർ എവരി വൺ അറൈവ്സ്. എല്ലാവരും എത്തുന്നതിന് മുമ്പ് അവൾ ഡിന്നർ കുക്ക് ചെയ്ത് തീർത്തിരിക്കില്ല. ഷീ വോണ്ട് ഹാവ് ഫിനിഷ്ഡ് കുക്കിംഗ് ഡിന്നർ ബിഫോർ എവരി വൺ അറൈവ്സ്. നെക്സ്റ്റ്, വി വോണ്ട് ഹാവ് റീച്ച്ഡ് ദ ഹോട്ടൽ ബൈ മിഡ് നൈറ്റ് ഇഫ് ദ ട്രാഫിക് ഈസ് ഹെവി. ട്രാഫിക് ഹെവി ആണെങ്കിൽ മിഡ് നൈറ്റിന് മുമ്പായിട്ട് നമ്മൾ ഹോട്ടലിൽ റീച്ച് ചെയ്തിരിക്കില്ല. വി വോണ്ട് ഹാവ് റീച്ച്ഡ് ദ ഹോട്ടൽ ബൈ മിഡ് നൈറ്റ് ഇഫ് ദ ട്രാഫിക് ഈസ് ഹെവി. നെക്സ്റ്റ്, വിൽ യു ഹാവ് ഫിനിഷ് യുവർ വർക്ക് ബൈ ദ ടൈം ഐ കാൾ. ഞാൻ വിളിക്കുമ്പോഴത്തേക്കും നീ നിൻ്റെ വർക്ക് തീർക്കുമോ, ഫിനിഷ് ചെയ്യുമോ? ക്വസ്റ്റ്യനാണ്. വിൽ യു ഹാവ് ഫിനിഷ്ഡ് യുവർ വർക്ക് ബൈ ദ ടൈം ഐ കാൾ. നെക്സ്റ്റ്, വിൽ ദേ ഹാവ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. ഡെഡ് ലൈനിന് മുമ്പായിട്ട് അവർ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുമോ? ക്വസ്റ്റ്യനാണ്. വിൽ ദേ ഹാവ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ. നെക്സ്റ്റ്, വിൽ ഷീ ഹാവ് ലെഫ്റ്റ് ബൈ ദ ടൈം വി ഗെറ്റ് ദെയർ. നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്കും അവൾ ഇറങ്ങിയിരിക്കുമോ, പുറപ്പെട്ടിട്ടുണ്ടാകുമോ? വിൽ ഷീ ഹാവ് ലെഫ്റ്റ് ബൈ ദ ടൈം വി ഗെറ്റ് ദെയർ. നെക്സ്റ്റ്, വിൽ ദ കിഡ്സ് ഹാവ് ഗോൺ ടു ബെഡ് ബൈ ദ ടൈം വി അറൈവ്. നമ്മൾ എത്തുമ്പോഴത്തേക്കും കുട്ടികളെ കിടക്കുവാനായിട്ട് പോയിട്ടുണ്ടാകുമോ, മീൻസ് ഉറങ്ങിയിരിക്കുമോ? വിൽ ദ കിഡ്സ് ഹാവ് ഗോൺ ടു ബെഡ് ബൈ ദ ടൈം വി അറൈവ്. നെക്സ്റ്റ്, വിൽ യു ഹാവ് ക്ലീൻ ദ ഹൗസ് ബിഫോർ ദ ഗസ്റ്റ് ഷോ അപ്പ്. ഗസ്റ്റുകൾ വരുന്നതിന് മുമ്പ് നീ വീട് ക്ലീൻ ചെയ്തിട്ടുണ്ടാകുമോ? വിൽ യു ഹാവ് ക്ലീൻ ദ ഹൗസ് ബിഫോർ ദ ഗസ്റ്റ് ഷോ അപ്പ്. ഇവിടെ ഷോ അപ്പിൻ്റെ ആശയം പ്രസൻ്റ് ആകുക. ഷോ അപ്പ് എന്നുള്ളതൊരു ഫ്രൈസൽ വെർബാണ്. പ്രസൻ്റ് ആകുക, വരിക എന്നാണ് ഇവിടെ ആശയം. വിൽ യു ഹാവ് ക്ലീൻ ദ ഹൗസ് ബിഫോർ ദ ഗസ്റ്റ് ഷോ അപ്പ്. നെക്സ്റ്റ്, വിൽ ദേ ഹാവ് പ്രിപ്പയർഡ് എവറിത്തിങ് ബൈ ദ ടൈം ദ ഈവൻറ്റ് സ്റ്റാർട്ട്സ്. ഈവൻറ്റ് തുടങ്ങുമ്പോഴേക്കും അവരെല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുമോ? വിൽ ദേ ഹാവ് പ്രിപ്പയർഡ് എവറിത്തിങ് ബൈ ദ ടൈം ദ ഈവൻറ്റ് സ്റ്റാർട്ട്സ്. നെക്സ്റ്റ്, വിൽ ഐ ഹാവ് റിസീവഡ് മൈ പാക്കേജ് ബൈ ഫ്രൈഡേ. ഫ്രൈഡേക്ക് മുമ്പായിട്ട് ഞാൻ എൻ്റെ പാക്കേജ് റിസീവ് ചെയ്തിരിക്കുമോ? വിൽ ഐ ഹാവ് റിസീവഡ് മൈ പാക്കേജ് ബൈ ഫ്രൈഡേ. നെക്സ്റ്റ്, വിൽ ഷീ ഹാവ് ലേൺ ദ ന്യൂ സോഫ്റ്റ്വെയർ ബിഫോർ സ്റ്റാർട്ടിങ് ഹെർ ന്യൂ ജോബ്. അവൾ അവളുടെ പുതിയ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവൾ പുതിയ സോഫ്റ്റ്വെയർ പഠിച്ചിരിക്കുമോ? വിൽ ഷീ ഹാവ് ലേൺ ദ ന്യൂ സോഫ്റ്റ്വെയർ ബിഫോർ സ്റ്റാർട്ടിങ് ഹെർ ന്യൂ ജോബ്.